ചായ കുടിച്ച ചായ പോയി ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ തുടങ്ങുന്നത് നട്ടപ്പാതിരക്ക് തുടങ്ങിയിട്ടാണ് കേട്ടോ. നല്ലൊരു ഉറക്കമുറങ്ങിയപ്പോഴാണ് മീൻ കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞ് കെട്ടിയവനെ വന്ന് വിളിച്ചുണർത്തിയത് കേട്ടോ. അപ്പം ഞാനൊരു 9-10 ആൾട്ടാകുന്ന ടീമാണേ. അപ്പം മൂപ്പരൊരു 11 അയക്കണ മീനൊക്കെ കൊണ്ട് വന്നപ്പോൾ അപ്പം വന്ന് നോക്കുമ്പോൾ ഒരു മീനിന് ജീവനുണ്ട് കേട്ടോ. അപ്പം ഇത് അങ്ങനെ പെട്ടെന്നൊന്നും ജീവൻ പോവാത്ത മീനാണ് കേട്ടോ. ഇതിൻ്റെ പേര് മുജ്, മുഷു അങ്ങനെയൊക്കെ പല പേരിൽ അറിയപ്പെടും. ഞങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുകയെന്നറിയില്ല. അപ്പം പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഈ എടുക്കുന്ന വീഡിയോസ്. അപ്പോൾ ഇന്നലെ തുള്ളി ചാടി കിടന്നതിന് ആളൊക്കെ ഇപ്പോൾ ഡെഡായി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓലക്കൊന്ന് വെള്ളം ഒഴിച്ച് വെച്ചിക്കണേ. പിന്നെ നമ്മൾ പുറത്തു കൂടെയൊക്കെ ഒന്ന് വീക്ഷിച്ചതിന് ശേഷം കിച്ചണിക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ തന്നെ കോഴി കൊത്തിപ്പെറുക്കി അന്നദാനത്തിന് ഇറങ്ങിയിരിക്കണ്. അന്നദാനത്തിനല്ല, അന്നം തേടി. അപ്പം ഞാൻ എൻ്റെ പേരക്കാർക്കില്ല അന്നദാനം ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മളെ ദേശീയ ഭക്ഷണമായിട്ടുള്ള അപ്പത്തുമ്മ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഇന്ന് രാവിലെ മഴയൊക്കെ മാറി നിന്ന് ചെറിയൊരു തെളിച്ചം വെളിച്ചമൊക്കെ കാണാനുണ്ട്. ഇനി എപ്പോഴാണ് പെയ്യാന്ന് അറിയില്ല കേട്ടോ. ചില സമയം ഭയങ്കര ചിരിച്ചുകൊണ്ടിരിക്കാനും കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് വീണ്ടും കരച്ചിലാവും. അപ്പോൾ കാലാവസ്ഥ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളത് കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വഴുതന ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്തുകൊണ്ടത് കണ്ട് അത് ഞാൻ ഫ്രൈ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ വഴുതന ഉണ്ടല്ലോ ആദ്യമൊന്നും കൊണ്ടുവന്നാൽ വെറുതെ കേട്ടത്തി കളയാമെന്നല്ലാതെ വെക്കലുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം പണ്ടൊക്കെ വഴുതന കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ഈ യൂട്യൂബ് വന്നതിൻ്റെ ശേഷമാണ് വഴുതന കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കി പഠിച്ചു തുടങ്ങി. അങ്ങനെ പഠിച്ചൊരു വിഭവമാണ് കേട്ടോ നമ്മുടെ വഴുതന ഫ്രൈ. അതിന് അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര ഇതൊന്നുമില്ല. ഒരിത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തിച്ചതച്ചെടുത്തിക്കണം കേട്ടോ. അതിലേക്ക് പിന്നെ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി പെരുംജീരകപ്പൊടിയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഇത്തിരി എന്ന് പറയുന്നതിൻ്റെ കണക്ക് എത്രയെന്ന് ചോദിക്കരുത്. എനിക്ക് അങ്ങനെ പറഞ്ഞു തരാനേ അറിയുള്ളൂ. എനിക്ക് കറക്റ്റ് അളവൊന്നും പറഞ്ഞു തരാനറിയില്ല. ഞാനൊരു കമ്മട്ടത്തിന് പറയുന്നത് നിങ്ങളൊരു കമ്മട്ടത്തിന് അങ്ങോട്ട് എടുത്ത ആളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം റെസിപ്പി വീഡിയോസൊന്നും അധികം ഉൾപ്പെടുത്താത്തത്. പിന്നെ ചേർത്ത് കൊടുത്തത് കോൺഫ്ലോറാണ് കേട്ടോ. പിന്നെ ഒരിത്തിരി ഉപ്പും ചേർത്തിട്ട് ഒരിത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മസാല റെഡിയാക്കി എടുത്തുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനതൊന്ന് അതിലൊന്ന് മാരിനേഷൻ വേണ്ട. ചില സമയത്ത് ചില വാക്കുകളൊന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടൂല. അതിൽ ഇട്ടൊന്ന് മസാല പുരട്ടി എടുത്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ചിക്കൻ മസാല അത് വേണ്ട. അത് ചിലപ്പോൾ ഒരു ആർഭാടാവും. കുറച്ച് മീറ്റ് മസാലയൊക്കെ ചേർത്ത് വെക്കാം. നമ്മൾ മീറ്റല്ല ഫിഷ് മസാല. നമ്മളൊരു മീൻ പൊരിക്കുന്ന ആ ഒരു രീതിയിലാണല്ലോ. അപ്പോൾ ഒരിത്തിരി ഫിഷ് മസാലയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ കേട്ടോ. അപ്പം ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. മസാല പറ്റി കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഞാനിവിടെ റെസ്റ്റൊന്നും കൊടുക്കണില്ല. വേഗം ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. തൊട്ടപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ചൂടുവെള്ളം വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ ഇതിപ്പോൾ പെട്ടെന്നായി കിട്ടും കേട്ടോ. വഴുതന കുറേ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വേഗം റെഡിയാവും. മീനിൻ്റെ അത്ര ഇങ്ങോട്ട് വേവൊന്നും ഇതിനില്ലല്ലോ. പിന്നെ ഇൻഡസ്വാലിൻ്റെ ചട്ടിയായതുകൊണ്ട് ചടപടയുന്ന കാര്യങ്ങൾ തീരും കേട്ടോ. പെട്ടെന്ന് വരച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വഴുതന ഫ്രൈ ആയി മാറും കേട്ടോ. അപ്പം ഞാൻ വേഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ വഴുതന ഫ്രൈ ഒക്കെ റെഡിയായി. ഇടയിലൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ മത്തൻ ഉണ്ടായി കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇന്ന് മത്തൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതാണെങ്കിൽ ഭയങ്കര ഒരു കട്ടിയും കാനല്ല മത്തന്. അത് ഏറ്റവും മൽപ്പിടുത്തത്തിലാണ് ഇപ്പോൾ ഞാൻ കേട്ടോ. ഇതിപ്പോൾ ഒരു ചക്ക മുറിക്കും പോലത്തെ ഒരു അനുഭൂതി കഴിഞ്ഞ് കേട്ടോ. ഭയങ്കര കട്ടിങ്ങാനുള്ള മത്തന്. അപ്പം ഞാൻ അതൊന്ന് തൊലി കളഞ്ഞ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. എന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ തക്കം കിട്ടുമ്പോൾ വേഗം ഇങ്ങോട്ട് അടുപ്പത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. കട്ടിങ് കൊടുക്കുന്നല്ലേ കട്ടിങ്ങിന് അതിമിച്ച് കട്ട് ചെയ്യാൻ പാടില്ല. അതിമിച്ച് കട്ട് ചെയ്താൽ അതിലൊക്കെ വേറെ കൊണ്ട് വേഗം അടുവില്ലേ. വെച്ചിട്ടില്ല. അതിൻ്റെ അടുത്ത് മക്കൾ നീച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓലോടുള്ള വർത്താനം നടക്കുന്നുണ്ട്. അപ്പോൾ അതിക്കുള്ള പച്ചമുളക് ഇപ്പം തന്നെ ഇങ്ങോട്ട് ഇട്ട് വെച്ചിട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പച്ചമുളകൊക്കെ ഇടാൻ മറന്ന് കുക്കറിലൊക്കെ ഇടും. അങ്ങനെയൊക്കെ ചെയ്യും ചില നേരത്ത്. എപ്പോഴും ചില സമയം ഇങ്ങോട്ട് എന്താ പറയുക, മറവിൻ്റെ അസ്കിത ഉണ്ടായതുകൊണ്ട് അങ്ങനെയൊക്കെ ചില അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികൾക്കുള്ളതൊക്കെ ഒന്ന് വേഗം ഒക്കെ കൊണ്ടുപോയി വെച്ച് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ ഓല് തന്നെ ചിലപ്പോൾ ബാഗിലൊക്കെ ആക്കും. നേരെ അല്ലെങ്കിൽ ഞാൻ വല്ല ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെക്കുള്ളൂ കേട്ടോ. പിന്നെ ഓല് തന്നെ ബാഗൊക്കെ എടുത്ത് വെച്ചോളൂ. ഈ മീന് കുഞ്ഞുമാത്താനോട് കൊണ്ട് കൊടുക്കുമോ? ഈ മീന് കുഞ്ഞുമാത്താനോട് കൊണ്ട് കൊടുക്കുമോ? ഈ മീന് പിന്നെ ഇന്നലെ നാളെ പുറത്തെ മീനിൻ്റെ പാത്രം തന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെ തന്നെ വെച്ച് പോകണം. ഞാൻ അത് കൊടുത്ത് പോയിട്ട് കേട്ടോ. ഇത് കൊണ്ട് കൊടുത്തിട്ട് അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നതിൽ 4 മീനുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ 2 മീന് അയൽവക്കത്തെ താത്താക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും മീൻ കൊണ്ടുവരുമ്പോൾ ഫുള്ള് നമ്മൾ തന്നെ കഴിക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കുറേയൊക്കെ കിട്ടുമ്പോൾ അപ്പുറത്തേക്കും പുഴമീനൊക്കെ ഇഷ്ടമല്ല പോലെ ഉണ്ടാവും. എല്ലാവരും ഒന്നും കഴിച്ചോളണമെന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഉമ്മമ്മക്ക് കൊണ്ടു കൊടുക്കും. എൻ്റെ അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുഴമീൻ. അതേമാതിരി എൻ്റെ ഉമ്മ അത് തൊട്ടുകൂല കേട്ടോ. ഉമ്മക്ക് ഭയങ്കര അറപ്പാണ് പുഴമീൻ, ഏതും കഴിക്കൂല. ഇന്നിപ്പോൾ ജനക്കുട്ടന് ഫുഡൊക്കെ കൊടുക്കുന്നത് നിയത്താത്തേനുണ്ടോ. നിയത്താത്ത വാരി കൊടുക്കുന്നതൊക്കെ നല്ല ഉഷാറായിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കണൊക്കെ. നിയത്താത്താണെങ്കിൽ കുട്ടി ഏത് പൊസിഷനിലൊക്കെ ഇരിക്കണത് ആ പൊസിഷനിൽ കൂടെ ഒക്കെ നടന്നിരുന്നും ഒക്കെ തിന്നാനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെറിയും കരച്ചിലും ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ അത് ആ മഴയും പെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ വെയിലും ഉണ്ട്. ഇന്നിപ്പോൾ ഏതോ കുഞ്ഞിക്കുറുക്കൻ്റെ കല്യാണം നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇതാ പുകയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഷീറ്റുമെന്ന്. വേണമെങ്കിൽ ബിരിയാണി എന്തെങ്കിലും വെക്കാരം. ഏതായാലും ഞമ്മക്ക് ക്ഷണമല്ല, അതുകൊണ്ട് നമ്മൾ ആ വൈക്ക് നോക്കണില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ബാക്കി പണികൾക്ക് കിടക്കട്ടെ. അന്നൊരു വെള്ളിയാഴ്ച ദിവസം എടുത്ത വീഡിയോ ആയിന് കേട്ടോ ഇത്. അപ്പോൾ മക്കൾ സ്കൂൾക്ക് പോകാനുള്ള സമയം ആയിക്കണേ. നീയക്കുട്ടിക്ക് വേഗം മുടിയൊക്കെ കെട്ടി കൊടുക്കാണ് കേട്ടോ ഞാൻ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അയലക്കാരത്തിനെ കണ്ടപ്പോൾ അവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നിട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നീയക്കുട്ടി വേഗം ബാഗൊക്കെ എടുക്കാൻ ഓർഡർ ഉണ്ട്. ഹജു മോന് അതിൻ്റെ മുന്നേ തന്നെ പോയിക്കണം കേട്ടോ. അപ്പം നീയക്കുട്ടിൻ്റെതാണ് ഒരുങ്ങി താങ്ങി ഇങ്ങോട്ട് ആയി കിട്ടാൻ പ്രയാസം കേട്ടോ. അങ്ങനെ നീക്കുട്ടി ബാഗൊക്കെ എടുത്ത് ഇന്ന് ഞാൻ കൊണ്ടുപോയി ആക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. കാരണം ഇന്നിപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് നല്ല മഴയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. നമ്മുടെ മീനുണ്ടല്ലോ രാവിലെ വെള്ളത്തിലിട്ടച്ച്, അതൊന്നും നന്നാക്കി എടുത്തിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ വെയിലും തക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ പുറത്തുനിന്ന് തന്നെ നന്നാക്കാമെന്ന് വിചാരിച്ചു. മീൻ ഞാൻ അധികം അകത്തുനിന്ന് അങ്ങനെ നന്നാക്കലില്ല കേട്ടോ. കാരണം ഒരു സ്മെല്ലല്ലേ കാരം. പക്ഷേ സ്മെല്ല് പോകാൻ പിന്നെ ഞാൻ വിനാഗിരിയൊക്കെ ഇട്ട് അങ്ങോട്ട് കഴുകുമ്പോൾ അങ്ങോട്ട് റെഡി കേട്ടോ. മീനല്ല കേട്ടോ, സിങ്കും കാര്യങ്ങളൊക്കെ വിനാഗിരിയൊക്കെ ഇട്ട് കണ്ട് കഴുകും. അപ്പം ശരിയാവും കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ആ മീനുണ്ടല്ലോ തൊലി പൊളിച്ചെടുക്കാനാണ് ഇപ്പോൾ ഒരു കോട്ടൻ കഷ്ണം എടുത്ത് പോയിട്ടുണ്ടായിനത് കേട്ടോ. കഴിഞ്ഞ് ഞാൻ പാമ്പ് മീൻ എന്ന് പറഞ്ഞ് കാണിച്ചില്ലേ, ആ മീൻ തൊലി കളഞ്ഞെടുക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഇതും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടായിന് കേട്ടോ. ആ മീൻ കാണിച്ചപ്പോൾ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിന് ഇത് കഴിക്കോ അറപ്പല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന്.
എനിക്കും അതിൻ്റെ തോല് എരിഞ്ഞ് കഷ്ണങ്ങളാക്കണ വരെ അതിനോട് അറപ്പാണ് കേട്ടോ. പക്ഷേ അത് ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ കഴിക്കാത്ത പോലെ ആവും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ മീൻ മസാല പുരട്ടി വെക്കുകയാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല കേട്ടോ. നമുക്ക് വൈകുന്നേരത്തിന് ഫ്രൈ ചെയ്യാനുള്ളതുള്ളൂ. ഇത് ഞാൻ വൈകുന്നേരത്തിന് മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കണക്കാക്കി മീൻ എടുത്തത് കേട്ടോ. ബാക്കി കൊടുത്തത് എനിക്ക് ഉച്ചക്ക് വഴുതന ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മത്തൻ കറിയും വഴുതന ഫ്രൈയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ആ ഒരു കോമ്പിനേഷന്. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ഉച്ചക്ക് ഞാനത് ഉണ്ടാക്കണില്ല. അപ്പോൾ പിന്നെ ഈ മത്തൻ കറി ഇപ്പോഴാണ് കേട്ടോ വെക്കുന്നത്. മത്തൻ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തക്കം കിട്ടിയപ്പോൾ അരിഞ്ഞു വെച്ചതാണ്. പിന്നീട് തക്കം കിട്ടണം ഇതൊന്ന് വെക്കണമെങ്കിൽ. അപ്പോൾ ഇനി വഴുതന ഫ്രൈ ഉണ്ടാക്കണം, നമ്മുടെ മത്തൻ കറിയും റെഡിയാക്കണം. മത്തന് കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തേക്ക് പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. തേങ്ങ ഇല്ലാത്തതുകൊണ്ട് പിന്നെ തേങ്ങ അരച്ചുള്ള കറി ഉണ്ടാക്കൽ വളരെ കുറവാണ് കേട്ടോ. തേങ്ങ കിട്ടുകയാണെങ്കിൽ വെക്കും, അങ്ങനെയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് കറികൾ, തട്ടിക്കൂട്ടല്ല രസം ഉണ്ടാവും, അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കലാണ് കേട്ടോ. പിന്നെ നമ്മുടെ വഴുതന ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കണേണ്ടത്. ഇത് എനിക്കും സിനിമോന് കഴിക്കാനുള്ളതാണ് കേട്ടോ, ഉണ്ടാക്കുന്നതുള്ളൂ. ഇപ്പോൾ കാണാൻ നല്ല സുന്ദര സുമുഖൻ വഴുതനയാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങോട്ട് ഓരോ പുഴുവിൻ്റെ അസ്കിതകളൊക്കെ ഉണ്ടാകലുണ്ട്. ഇതിലിപ്പോൾ ഇതുവരെ കട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ ലാസ്റ്റ് കട്ട് ചെയ്തപ്പോൾ അതിലുണ്ടായിനി കേട്ടോ, കേടുണ്ടായിനി. ചിലരൊക്കെ ഇടയ്ക്ക് കമൻ്റ് ഇടലുണ്ട് നിങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാനും സിനിമോന് അയക്കുമോ എന്നുള്ളത്. ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തും കിച്ചണിൽ ഓരോ പണിയൊക്കെ എടുത്ത് നടക്കുമ്പോൾ സിനിമോനുള്ള പണികൾ ഇതൊക്കെയാണ് കേട്ടോ. എനിക്കിവിടെ ഇരട്ടി പണികൾ ഓരോന്നുണ്ടാക്കി തരും. സവോള കിഴങ്ങൊക്കെ ഇവിടെ നിരത്തി വലിച്ചിട്ടിരിക്കണം കേട്ടോ. ഇത് മാത്രമല്ല റൂമിലും കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്തിരിക്കണേ. നീയക്കുട്ടി ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ വലിച്ചിട്ട് ആകെ ഇവിടെ അലമ്പാക്കിയിട്ടിരിക്കണം കേട്ടോ. കണ്ടാ പറയോ, ഓനെ കണ്ടാ പറയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് ഓൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? പക്ഷേ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ ഓനല്ലാതെ ഇവിടെ ഒരാളത് വലിച്ചിടാനില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് ഓനെ സംശയിക്കല്ലാതെ വേറെ നിർവാഹമുണ്ടോ? എല്ലാം ചെയ്ത് വെച്ച് പാവമായി നിൽക്കണ നിപ്പ് കണ്ട വന്ന ദേഷ്യമൊക്കെ ഒരൊറ്റ ചിരിയിൽ ഓനെ അലിയിപ്പിച്ചങ്ങനെ കളഞ്ഞ്. പിന്നെ ഞാനും ഓൻ ഒറ്റക്കല്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് ഓന് ഭയങ്കര ബോറടിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ പിന്നെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ തരികിട പണികളൊക്കെ ആയിട്ട് അങ്ങനെ പോകും കേട്ടോ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇത്. അപ്പോൾ ഞാൻ നമ്മുടെ വഴുതന ഉണ്ടല്ലോ, വീണ്ടും ഞാൻ മസാല വറ്റി വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ അത് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചട്ടി ഞാൻ കഴുകി വെച്ചിട്ടൊന്നും ഉണ്ടായിനില്ല കേട്ടോ, വെള്ളം ഞാൻ അവിടെ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ചട്ടിയിൽ തന്നെയാണ് ഇട്ടുകൊണ്ട് കഴുകി എടുക്കുന്നത്. പിന്നെ നമ്മുടെ മത്തനൊക്കെ വിസിലടിച്ച് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഉടക്കും കേട്ടോ. ഉടച്ചിട്ട് ഞാനതൊന്ന് കടുകിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. നമ്മുടെ രതീശണ്ണൻ ഇപ്പോഴും ഉറക്കത്തിലാണ് കേട്ടോ. വെളിച്ചെണ്ണ കുപ്പിയാണ് പെട്ടെന്ന് ഉറങ്ങുക, ഓയിൽ അങ്ങനെയൊന്നും ഉറങ്ങലില്ല. അപ്പം വെളിച്ചെണ്ണ ഞാൻ വിചാരിക്കും വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കണം. ഇതിലാകുമ്പോഴേ പറ്റൂലല്ലോ. മറ്റേ നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിൽ അത് ചൂടൊക്കെ ആക്കി ഉരുക്കലൊക്കെ അല്ലേ. പക്ഷേ ഇത് ആ വക പരിപാടിയൊന്നും നടക്കില്ല. പിന്നെ ചൂടുവെള്ളത്തിൽ വല്ല ഇറക്കി വെക്കാൻ പറ്റും എന്നൊക്കെ തോന്നുന്നുണ്ട്. ഞാനിതുവരെ ആ വക അഭ്യാസ മുറകളൊന്നും പയറ്റി നോക്കിയിട്ടില്ല. അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലികം തുള്ളി ഓയിൽ വെച്ചിട്ട് ഞാൻ അതിൽ കടുകൊക്കെ വറുത്തെടുക്കണം കേട്ടോ. ഇതാണ് എനിക്ക് ഇൻഡസ്വാലിൻ്റെ ചട്ടിനോടുള്ള ഇഷ്ടം കേട്ടോ. കണ്ടോ പെട്ടെന്ന് റെഡിയാവും ചെയ്യും, പക്ഷേ അടിക്ക് പിടിക്കൂല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച വീഡിയോയിൽ പൂരി പൊരിക്കണ ചട്ടിനെ എവിടുന്നാണ് എത്രയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചട്ടിയും അതിൻ്റെ കൂടെ ഒരു അടുപ്പും പിന്നെ ഈ ഒരു ഫ്രൈ ചെയ്യണ ഈ ചട്ടിയും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. ഇൻഡസ്വാലിൻ്റെ പാത്രമാണ്. പിന്നെ എത്ര വില എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും പാടെ 2999 3000 ഉണ്ട് കേട്ടോ. പക്ഷേ പൈസ കേട്ട് നിങ്ങൾ നെട്ടണ്ട. അപ്പം നിങ്ങൾ ചിലർ പറയും എനിക്ക് ഇതിന് കിട്ടല്ലേ, പ്രൊമോഷന് കിട്ടല്ലേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നുള്ളത്. പക്ഷേ പാത്രം അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി ആയതുകൊണ്ടാണല്ലോ ഞാനതിൽ നിങ്ങൾക്ക് തന്നെ കണ്ടറിയും ഡെയിലി കുക്കിംഗ് ഞാൻ ആ ഒരു പാത്രത്തിലാണ് നടത്തൽ. പൈസ 3000 ആണെങ്കിലും ആ കൊടുക്കുന്ന പൈസ നഷ്ടമാവില്ല കേട്ടോ. കാരണം നല്ല ക്വാളിറ്റി ഉള്ള പാത്രമാണ്. അങ്ങനെ പെട്ടെന്ന് അടിക്ക് പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അതൊന്ന് ചൂടായി കിട്ടിയാൽ നമുക്ക് സ്ലോവിലിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റും.
അപ്പോൾ ഈ രണ്ട് പാത്രങ്ങളും ഒരു സെറ്റായിട്ടാണ് കേട്ടോ കിട്ടുക. ഈ ഒരു ഇതും ഈ ഒരു കടായും അതിൻ്റെ കൂടെ ഒരു ലിഡും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു സെറ്റ് ആയിട്ട് ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് ഈ രണ്ട് പാത്രത്തിനും പാടെയാണ് ഞാൻ ആ പറഞ്ഞ വില കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലിപ്പിൽ നിന്നോ മിന്ത്രയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് ഒരു 12% ഡിസ്കൗണ്ടോട് കൂടി വാങ്ങണമെന്നുണ്ടെങ്കിൽ ബുഷിറ 12 എന്ന് പറഞ്ഞാൽ ഈ കൂപ്പൺ കോഡ് ഞാനത് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈ കൂപ്പൺ കോഡ് വെച്ചിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഓണൊക്കെ വരികയാണ്. അപ്പോൾ ഓഫറിൽ കുറച്ചൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് വാങ്ങിച്ചോളാണ്ടിട്ടാ. അങ്ങനെ എൻ്റെ പണികൾ ഒരു തലക്കുന്ന ഒതുക്കി ഞാൻ വരുമ്പോഴേക്കും എനിക്കിവിടെ ഇരട്ടി പണി അപ്പുറത്ത് ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ എൻ്റെ കുട്ടി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.